ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്താണെന്ന് നോക്കി അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കി, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അല്ലേ ടൂൾസ് എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് നോക്കുക. ക്ലിയർ? സോ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിന് എന്തുകൂടെ പേര് പറയും? ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്ലിയർ? ഓക്കെ. So these are adopted to divert the flow of credit from speculative and unproductive activities to productive and more urgent activities. Clear? Then എന്ത് ചെയ്യുന്നു? സ്പെക്കുലേറ്റീവ്, ക്ലിയർ, അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ നിന്നും ഓക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചില പ്രയോറിറ്റി ആവശ്യമായിട്ടുള്ള, അർജൻസി ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള സെക്ടറിലേക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടി, ഫിനാൻസിനെയും റിസോഴ്സസിനെയൊക്കെ ചാനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലേ? അപ്പോൾ സ്പെക്കുലേറ്റീവ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ലാഭത്തിൻ്റെ ലക്ഷ്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അതല്ലാതെ അതിനെന്ത് ചെയ്യുന്നു, ഇറ്റ് ഹാസ് ബീൻ ചാനലൈസ്ഡ് ടു ഏരിയാസ് വെയർ ഫിനാൻസ് ഈസ് റിക്വയർഡ്, മണി ഈസ് റിക്വയർഡ്, റിസോഴ്സസ് ആർ റിക്വയർഡ്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്ലിയർ? അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ? Okay, so the power to use selective credit control has been given by section 22 of the Banking Regulation Act of 1949. Clear? അപ്പോൾ ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ ഇതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻ സെക്ഷൻ 22 പറയുന്നുണ്ട്. അപ്പോൾ ആർ ബി ഐക്ക് ഒരു സെൻട്രൽ ബാങ്ക് എന്ന നിലയിൽ, റെഗുലേറ്റർ എന്ന നിലയിൽ, ബാങ്കിങ് സെക്ടറിൻ്റെ റെഗുലേറ്ററും അതുപോലെ തന്നെ മണി മാർക്കറ്റിൻ്റെ റെഗുലേറ്ററൊക്കെ എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? ദേ കൻ ആസ്ക്, ദേ കൻ ഡയറക്റ്റ്, they can give instruction and guidelines to the commercial bank, clear, to channelize, clear, certain percentage or certain proportion, certain portion of their lending, clear, to certain identified sectors, identified area, clear. അപ്പോൾ ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. Then Reserve Bank of India has been extensively using the selective controls since 1956. 1956 ശേഷം ഇത് വൈഡായിട്ട് ഉപയോഗിച്ച് വരുന്നു. സോ ദ പ്രൈസ് ലെവൽ ഹാസ് ബീൻ ഇൻക്രീസ് വെരി ഹൈ ഇൻ 1956. അതോടുകൂടി അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഫെൽറ്റ് ദാറ്റ് ദ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ വാസ് ഡ്യൂ ടു സ്പെക്കുലേറ്റീവ് ഹോർഡിംഗ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ് ബൈ ട്രേഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഓവർകം ചെയ്യണം അല്ലേ. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂജ് ബാങ്ക് ക്രെഡിറ്റ്, ട്രേഡേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ അസംബിൾ ഗുഡ്, ക്ലിയർ, കുറേയധികം ഗുഡ്സ് വാങ്ങിച്ചു കൂട്ടുന്നു, എന്നിട്ട് ഗോഡൗണിൽ എടുത്തു വയ്ക്കുന്നു. ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഗുഡ്സിൻ്റെ ഷോർട്ടേജ് വരും, അത് പ്രൈസ് റൈസിന് കാരണമായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ 1956 വന്നിട്ടുള്ളൊരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ, പ്രൈസ് ലെവൽ ചേഞ്ചസ്, ക്ലിയർ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യണം, സെലക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് നിശ്ചയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ മെഷേഴ്സ് കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ. So Reserve Bank of India adopted selective credit control measures to reduce the prices and to check the flow of bank credit, clear, for holding an essential commodity. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്ന സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ന ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലുള്ള ട്രേഡേഴ്സിന് ലോണ് ഇന്ന പരിധിയിൽ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സെക്ടറിലെ ലോൺ ഇത്ര ശതമാനം കൊടുക്കണം, അങ്ങനെയുള്ള ഡയറക്റ്റീവ്സ് ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് പ്രൈസ് ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സോ ഇറ്റ് ഹാസ് എൻ എഫക്റ്റീവ് കൺട്രോൾ മെഷർ ഇൻ കൺട്രോളിങ് ദി ക്വാളിറ്റി ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന്. ക്ലിയർ? ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒരു പ്രത്യേകത എന്താ? സോ ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് കൺട്രോൾ മെഷർ ടു ഇൻ കൺട്രോളിങ് ദി ക്വാളിറ്റി ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേഷൻ. ക്ലിയർ? ക്വാളിറ്റി ഓഫ് ലെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നു. ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ക്രെഡിറ്റ് അഗൻസ്റ്റ് പർട്ടിക്കുലർ കമോഡിറ്റി. ക്ലിയർ? അതുപോലെ തന്നെ പർട്ടിക്കുലർ കമോഡിറ്റിയിലേക്കുള്ള ക്രെഡിറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനും. ക്ലിയർ? അല്ലേ? പിന്നെ ഏതൊരു സാധനത്തിൻ്റെയാണോ ഹോർഡിങ്ങിൻ്റെ ഫലമായിട്ട് പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് അങ്ങനെ ഒരു കമോഡിറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കരുത്, ഷോർട്ട് ടേം അഡ്വാൻസ് കൊടുക്കരുത്, ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് ആർ ബി ഐക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതോടുകൂടി അത് നോർമലൈസ് ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ സെലക്റ്റീവ് കൺട്രോളിന് വേണ്ടി, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടി, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടി, ക്ലിയർ, എന്തെല്ലാം മെഷേഴ്സാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ. So RBI adopted different types of credit control measures to restrict the speculative and inflationary pressures. Okay. When they gonna qualitative one, issue of directives,
ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു, ഡയറക്ഷൻ കൊടുക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ദെൻ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്. ഇന്ന ലോൺ കൊടുക്കാൻ ഇത്ര മാർജിൻ വേണം അല്ലേ. ഇപ്പോൾ ഓട്ടോമൊബൈൽ ലോൺ കൊടുക്കാൻ ഇത്ര ശതമാനം മാർജിൻ വേണം. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ 75% നമുക്ക് ലോൺ കൊടുക്കേണ്ടത് വിചാരിക്കാം. അപ്പോൾ 25% മാർജിൻ വേണം. ഇപ്പോൾ 25% മാർജിൻ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആകെ വിലയുടെ 75% ലോൺ കൊടുക്കാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് ആണെങ്കിൽ കമ്മോഡിറ്റി. അപ്പോൾ ഓരോന്നിനും ലോൺ കൊടുക്കുന്നതിന് മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ടുവരും. ക്ലിയർ? ദെൻ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ റേറ്റ് ചാർജ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? ഓരോരോ പർപ്പസ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഹൗസിംഗ് ഫിനാൻസിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, മറ്റുള്ള ലോണിന്, കാർ ലോണിന്, വെഹിക്കിൾ ലോൺസിന് വേറൊരു ഇൻട്രസ്റ്റ് റേറ്റ്. ഇങ്ങനെ ഓരോന്നിനും വേറെ തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൊണ്ടുവരാൻ, ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ക്ലിയർ? അങ്ങനെയുള്ള ഡയറക്ഷൻ കൊടുക്കാം. ദെൻ റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. ക്ലിയർ? അതുപോലെ തന്നെ ക്ലീൻ അഡ്വാൻസസ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഡയറക്റ്റീവ്സ് കൊടുത്തു. ക്ലിയർ? ദെൻ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ക്ലിയർ? ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില മെഷേഴ്സിലൂടെ സെലക്റ്റീവായിട്ട് ചെറിയ ഏരിയയിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്ലിയർ? സോ നമ്പർ 1, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്. ഡയറക്റ്റീവ്സ് നമ്മൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുക? സോ ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എംപവേർഡ് ടു ഇഷ്യൂ ഡയറക്റ്റീവ്സ് ടു എനി പർട്ടിക്കുലർ ബാങ്ക് ഓർ ബാങ്കിങ് സിസ്റ്റം. ക്ലിയർ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലേ ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ടുള്ള ആദ്യത്തെ ഒരു ടൂളാണ് ഡയറക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ ഒരു റെഗുലേറ്ററായിട്ട് RBI വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഗിവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ. ക്ലിയർ? ഓൺ എ പർട്ടിക്കുലർ ബാങ്കിങ് സിസ്റ്റം. കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിക്കോട്ടെ, റൂറൽ ബാങ്ക് ആയിക്കോട്ടെ, അല്ലേ റീജിയണൽ റൂറൽ ബാങ്ക് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ബാങ്ക് ആയിക്കോട്ടെ, ക്ലിയർ? ഇവർക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. സോ ആൻഡ് ദ ബാങ്ക്സ് ആർ ബൗണ്ട് ടു കംപ്ലൈ വിത്ത് ദി ഡയറക്റ്റീവ്സ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബീയിങ് ദ റെഗുലേറ്റർ. അല്ലേ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് RBI കൊണ്ടുവരുന്ന ഡയറക്റ്റീവ്സ് ഫോളോ ചെയ്യാൻ അല്ലേ ആർക്ക് ബാധ്യതയുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്? എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ directives may relate to the following. Clear? All or any of the following. Number 1, the purpose for which advance may be given or may not be made. Clear? എന്തിന് കൊടുക്കാം, എന്തിന് കൊടുക്കരുത്, ഏത് പർപ്പസിന് ലോൺ കൊടുക്കാം, ഏത് പർപ്പസിന് ലോൺ കൊടുക്കരുത്, അങ്ങനെ നിശ്ചയിക്കാം. ദാറ്റ് മാർജിൻസ് ടു ബി മെയിൻറ്റെയിൻ ഇൻ റെസ്പെക്ട് ഓഫ് ദി സെക്യൂർഡ് അഡ്വാൻസസ്. ഇങ്ങനെയുള്ള കൊടുക്കുന്ന അഡ്വാൻസിന് എത്ര മാർജിൻ വെക്കണം? മാർജിൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഓണേഴ്സ് മാർജിൻ, പ്രൊമോട്ടേഴ്സ് മാർജിൻ എന്നൊക്കെ നമ്മൾ പറയും. എന്താ മാർജിൻ്റെ ഒരു പ്രത്യേകത? ഫോർ എക്സാമ്പിൾ 10% മാർജിൻ എങ്കിൽ 90% വരെ നമുക്ക് ലോൺ കൊടുക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കാമെന്ന് വിചാരിക്കുക. ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി ആകെ 20 ലക്ഷം രൂപ ചിലവാകും. അതിൻ്റെ 10% മാർജിൻ വേണമെങ്കിൽ അല്ലേ 2 ലക്ഷം രൂപ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണം? ഓണർ തന്നെ, നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ 18 ലക്ഷം രൂപയെ കടമെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ 5 ലക്ഷം രൂപ വേണം. അപ്പോൾ അതിൽ 10% ഇന്ത്യയിൽ 50,000 രൂപ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ബാക്കിയുള്ള 4,50,000 രൂപയെ ബാങ്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഈ റേറ്റ് 25% ആക്കിയെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൊടുക്കുന്ന ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ ഇങ്ങനെ മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ദെൻ ദ മാക്സിമം എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടു എനി കമ്പനി, ഫേം ഓർ ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിക്കോ ഒരു ഫേമിനോ ഒരു ഇൻഡിവിജ്വലിനോ കൊടുക്കാവുന്ന പരമാവധി വായ്പ എത്ര, ഒരു ബാങ്കിൽ നിന്നും കൊടുക്കാവുന്ന വായ്പ എത്ര, ഇങ്ങനെ പരിധി നിശ്ചയിക്കാം. ക്ലിയർ? ക്രെഡിറ്റിനുള്ള അഡ്വാൻസിനുള്ള സ്ലാബ് അല്ലെ സീലിംഗ് നിശ്ചയിക്കാം. അതും വേറൊരു പ്രധാനപ്പെട്ട മെഷറാണ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ വിച്ച് advances and other financial accommodations may be given. Clear? അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ? എത്ര എന്ത് റേറ്റിനായിരിക്കണം ഓരോന്നിനും ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ? അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എന്തെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കും ഓരോ തരത്തിലുള്ള ലോൺസിനും കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. So Reserve Bank of India is using credit control measures since 1956 in respect of certain commodities which has been sensitive or in short supply. അങ്ങനെയുള്ള എസെൻഷ്യൽ ഗുഡ്സോ അല്ലെങ്കിൽ ഷോർട്ട് സപ്ലൈ ഉള്ള സ്കേഴ്സിറ്റി ഗുഡ്സിനൊക്കെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റീവ് അതുപോലെ തന്നെ ഹോർഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒരു പരിധി വരെ. എന്നിട്ടും നമ്മുടെ ട്രേഡേഴ്സൊക്കെ ചെയ്യും അല്ലേ. എങ്കിലും ഇങ്ങനെയുള്ള മെഷർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? പ്രൈസസിൽ നമുക്ക് ഒരു ലെവലിലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പർപ്പസ്. സോ നെക്സ്റ്റ് മെഷർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്. മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ടുവരിക. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു തന്നു അല്ലേ. ഓരോ തരത്തിലുള്ള ലോൺസിന് എന്ത് ചെയ്യുക? മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ടുവരിക. ക്ലിയർ? സോ RBI stipulates certain margin requirement on advances which are given against a certain commodity. Clear? So these commodities include food grains. Clear?
ഓയിൽ സീഡ്സ്, ഓയിൽ, വനസ്പതി, ഷുഗർ. ക്ലിയർ? അപ്പോൾ തന്നെ ഇങ്ങനെ വരാവുന്ന കുറേയധികം ഗുഡ്സിനൊക്കെ എന്ത് ചെയ്യുന്നു? മാർജിൻ റിക്വയർമെൻറ്റ്സ് കൊണ്ടുവരും. ക്ലിയർ? സോ മാർജിൻ വരുന്ന സമയത്ത് എന്താവും? സോ ദ മെയിൻ എയിം ഓഫ് ഫിക്സിംഗ് ഹയർ മാർജിൻ റിക്വയർമെൻറ്റ് ഫോർ അഡ്വാൻസസ് is to curb the gathering of advances for the above commodities and bring down the prices. Clear? അപ്പോൾ പ്രൈസസിനെ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഓക്കെ ഇങ്ങനെയുള്ളൊരു മെഷർ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാങ്ക് ക്രെഡിറ്റ് അവൈൽ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടി അത് സ്കേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി RBI എന്ത് ചെയ്യുന്നു? മാർജിൻ റിക്വയർമെൻറ്റ് കൊണ്ടുവരുന്നു. സോ ലോവർ മാർജിൻ ഈസ് ഫിക്സഡ് ടു ബോറോവേഴ്സ് ഹൂസ് നീഡ് ഈസ് അർജൻറ്റ് ആൻഡ് ഹൂസ് ആക്ടിവിറ്റീസ് are not aggravating the prices of the strategic commodities. എസെൻഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെ വളരെയധികം ബാധിക്കാത്ത ക്ലിയർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മാർജിൻ റിക്വയർമെൻറ്റ്സ് RBI കൊണ്ടുവരുന്നു. സോ ഹയർ മാർജിൻ ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ ഫോർ ബൊറോവേഴ്സ് ഹൂസ് നീഡ്സ് ആർ നോട്ട് അർജൻറ്റ്. ക്ലിയർ? വെരി അർജൻറ്റ് അല്ലാത്ത നീഡുകൾക്കുള്ള ഗുഡ്സിനൊക്കെ ഹയർ മാർജിൻ വയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൊരു മാർജിൻ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ RBI ഫിക്സഡ് എ മിനിമം മാർജിൻ ഫോർ അഡ്വാൻസസ് അഗൻസ്റ്റ് ഫുഡ് ഗ്രേഡ്. ക്ലിയർ? Food grains, pulses and oil seeds at 45% of processing units, mills, and against warehousing receipts and 60% of other with effect from 19th October 1987. അപ്പോൾ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയൊരു മാർജിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, 45%. ക്ലിയർ? അതുപോലെ തന്നെ 60% മറ്റുള്ള ആളുകൾക്കാണ്. ക്ലിയർ? മറ്റുള്ള കേസസിൽ വരികയാണ് വെയർ ഹൗസ് റെസീപ്റ്റ്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഫോർ അതേഴ്സ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമയത്ത് ഒരു ട്രേഡർ വെയർ ഹൗസ് റെസീപ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി എടുക്കാൻ പറ്റുന്ന ലോൺ എത്രയാണ്? 45% ഉള്ളൂ. 45% മാർജിൻ വേണം. അപ്പോൾ 65% എടുക്കാൻ പറ്റും ലോണ്. ക്ലിയർ? അപ്പോൾ കിട്ടുന്ന ലോണിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്ന സാധനത്തിൻ്റെ അളവും കുറയും. അല്ലേ? ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ മാർക്കറ്റിൽ കുറേയധികം സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ വിലയുടെ നിലവാരം എന്ത് ചെയ്യാൻ പറ്റും? ഒരുവിധം പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയും. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് മാർജിൻ റിക്വയർമെൻറ്റ്. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്. എന്താ ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്? ഓരോ തരത്തിലുള്ള ലോൺസിനും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. സോ ആസ് പെർ ദി സ്കീം RBI പ്രിസ്ക്രൈബ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസസ് ആർ ഗ്രാൻഡഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. അല്ലെ? എന്ത് പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കുന്നു എന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? റേറ്റുകൾ വ്യത്യാസം. അല്ലേ? അഗ്രികൾച്ചർ പർപ്പസിനാകുമ്പോൾ വളരെ കുറഞ്ഞ പലിശ. ക്ലിയർ? ഹൗസിങ്ങിനാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ. അല്ലേ? ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ട്രേഡിനോ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ. അങ്ങനെ ഓരോരോ പർപ്പസിനനുസരിച്ച് പേഴ്സണൽ ലോൺ ആണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ കൂടുതൽ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. സോ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഫോർ അഡ്വാൻസസ് ഗ്രാൻഡഡ് ഫോർ യൂസേഴ്സ് വിച്ച് ആർ റെസ്ട്രിക്റ്റഡ്. ദെൻ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ചാർജ്ഡ് ഫോർ അഡ്വാൻസസ് ഫോർ അതർ പർപ്പസസ്. ക്ലിയർ? അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഹയർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു, അല്ലാത്തതിന് ലോവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ സെക്ടർ പർപ്പസ് അനുസരിച്ച് വ്യത്യാസം വരുത്തുന്നു. ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ restriction on clean advances. So clean credit facilities are allowed to borrowers who are not offered by selective credit control measures. Clear? So this method is intended to restrict the speculative hoarding of essential commodities and to protect the anti-social use of credit. Creditine anti-social purpose-ന് വേണ്ടി ഉപയോഗിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. ക്ലിയർ? അത് ക്ലീൻ അഡ്വാൻസസ് ആണ് പറയുക. ക്ലിയർ? എൻ്റെ അഡ്വാൻസിൻ്റെ പർപ്പസ് തന്നെ എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷനോടുകൂടി ക്ലിയർ കൊടുക്കുക. അപ്പോൾ സോ ക്ലീൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആർ അലൗഡ് ടു ബോറോവേഴ്സ് ഹു ആർ നോട്ട് എഫക്റ്റഡ് ക്ലിയർ ബൈ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ. ഓക്കെ. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താ? ക്ലീൻ അഡ്വാൻസസ് അല്ലേ? എൻ്റെ മീനിങ്ങിനെ കുറിച്ചാണ്. ക്ലിയർ? സോ വാട്ട് ഈസ് എ ക്ലീൻ അഡ്വാൻസ്? സോ ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് or clean loans. Unsecured loan എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലീൻ ലോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലീൻ അഡ്വാൻസസ് എന്ന് പറയാം. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യുന്നു? ദ ലോൺസ് ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഈസ് അലൗഡ് ബൈ ദ ബാങ്ക് ടു എ ബിസിനസ് പേഴ്സൺ വിത്തൗട്ട് എനി സെക്യൂരിറ്റി ഓഫ് ടാൻജിബിൾ അസറ്റ്സ്. ക്ലിയർ? ഈസ് നോൺ ആസ് അൺസെക്യൂർഡ് ഓർ ക്ലീൻ ലോൺസ് ഓർ ക്ലീൻ അഡ്വാൻസസ്. ക്ലിയർ? അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ യാതൊരു സെക്യൂരിറ്റി കൊടുക്കാതെ തന്നെ ഇഷ്ടംപോലെ കടമെടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കടമെടുക്കുകയും ആ പൈസ ഉപയോഗിച്ച് ട്രേഡേഴ്സും മറ്റുള്ള ആൾക്കാർ
അല്ലേ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് വാങ്ങിച്ചു കൂട്ടുകയും അതിൻ്റെ പ്രൈസസ് ഒക്കെ വർദ്ധിപ്പിക്കുകയും, ക്ലിയർ, സ്കേഴ്സിറ്റി വരുത്തി പ്രൈസ് വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ക്ലിയർ. സോ ദേ പ്രൊവൈഡ് റെസ്ട്രിക്ഷൻ, ക്ലിയർ, ഓൺ ദി ക്ലീൻ അഡ്വാൻസസ്, അൺസെക്യൂർഡ് അഡ്വാൻസസ്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇത്തരത്തിലുള്ള പർപ്പസിലേക്ക്, ഹോർഡിങ്ങിനോ മറ്റുള്ള പർപ്പസിനൊക്കെ പോകുന്ന പൈസ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓൾറെഡി അല്ലേ ലോൺസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റ്സിനെ പണയപ്പെടുത്തിക്കൊണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കാനുള്ള സാധ്യത വളരെ കുറയും, ക്ലിയർ. സോ ഇറ്റ് ഈസ് അലൗഡ് ടു കസ്റ്റമേഴ്സ് അഗൈൻസ്റ്റ് ദി പേഴ്സണൽ സെക്യൂരിറ്റി ഓർ പ്രോമിസറി നോട്ട്, ക്ലിയർ, ആ രീതിയിൽ കൊടുക്കുന്ന കടമാണ്, ക്ലിയർ. അപ്പോൾ ഇത് വേറൊരു പ്രധാനപ്പെട്ട മെഷറായിട്ട് നമുക്ക് പറയാൻ പറ്റും. So this is about clean advances. So next is credit liberalization and selected sectors. Credit liberalization കൊണ്ടുവരിക, selected sectorsൽ എന്ത് കൊണ്ടുവരിക, credit liberalization. എന്താണ് credit liberalization? So appropriate exemptions are granted to deserving borrowers from the selective requirements of credit control measures to avoid unnecessary hardship. For example, Food Corporation of India is exempted from application of these directives. അപ്പോൾ ചില സെക്ടേഴ്സിൽ വരുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ചില എൻറ്റിറ്റീസിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ അഡ്വാൻസസ് ആയാലും ശരി, മറ്റുള്ള സെലക്റ്റീവ് കൺട്രോളിലായാലും അതിലൊക്കെ എന്ത് ചെയ്യുക, എക്സംഷൻ കൊടുക്കുക. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലേ, രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, അല്ലേ, സിവിൽ സപ്ലൈസ്, റേഷൻ കടകൾക്കൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളിൽ നിന്നും, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിൽ നിന്നും അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഒഴിവാക്കി കൊടുക്കുന്നു, ക്ലിയർ. സോ ക്രെഡിറ്റ് ലിബറലൈസേഷൻ, അതിനാണ് നമ്മൾ ക്രെഡിറ്റ് ലിബറലൈസേഷൻ ഓഫ് സെലക്റ്റഡ് സെക്ടേഴ്സ് അത് ചെയ്തു കൊടുക്കുക. ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീംസ് കൊണ്ടില്ല, ക്ലിയർ. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? So this scheme was introduced in November 1965. Under this scheme, commercial banks are required to obtain RBI's authorization before granting any fresh credit to rupees 1 crore to any single party. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട്, അല്ലേ, വലിയൊരു തുക ലോണായിട്ട് കൊടുക്കുമ്പോൾ മുൻകൂറായിട്ട് അയാളുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ 1965 ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1 crore, ക്ലിയർ. Then the limit was later enhanced to 4 crore in November 1983 and further 6 crores with effect from 1986. 1986 മുതൽ 6 crore ആണ്. ഇപ്പോൾ വീണ്ടും എന്തായിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും, ക്ലിയർ. സോ ദ എയിം ഓഫ് ദിസ് സ്കീം ഇസ് ടു റെസ്ട്രിക്റ്റ് ദ എക്സസീവ് ഫ്ലോ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ടു എ പർട്ടിക്കുലർ ലോണിംഗ്, ക്ലിയർ. ലാർജ് കൺസേൺ, അല്ലെ, വലിയൊരു ബിസിനസ് ഫേം അവർക്ക് കുറേയധികം ലോൺ എടുത്ത് ഇങ്ങനെയുള്ള പർപ്പസ്, അല്ലേ, ഹോർഡിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പർപ്പസൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം ഒഴിവാക്കി പ്രൈസ് ലെവൽസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഫോർ ദോസ് പേഴ്സൺസ് ഓർ ദോസ് ഫേം, ക്ലിയർ, ഹു ആർ ബൊറോയിങ് മണി സബ്സ്റ്റാൻഷ്യലി. അപ്പോൾ ബാങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കടം ഒറ്റ തവണയായിട്ട് കൊടുക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ കൂടെ വാങ്ങിച്ചിരിക്കണം, ക്ലിയർ. സോ നെക്സ്റ്റ് ഒരു മെഷർ എന്ന് പറയുന്നത് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇതുപോലെ 1965 RBI ലോഞ്ച് ചെയ്തത് സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ട് ആ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടി കൊണ്ടുവന്ന ടെക്നിക്കാണ്, ക്ലിയർ. അവിടെ എന്ത് ചെയ്യുന്നു, ബൊറോവേഴ്സിൻ്റെ ഇടയിൽ, അല്ലേ, ലോൺസ് എടുത്ത് ബൊറോ ചെയ്ത് അത് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലോണിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി, ലോൺ സിസ്റ്റം, ബോറോയിങ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രോഡ് വൺ ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് റെസ്ട്രിക്ഷൻ, അതിൽ 40% വരെയെങ്കിലും ലോൺ കമ്പോണൻ്റ് ആയിരിക്കണം, ക്ലിയർ. അതുപോലെ തന്നെ അത് ഈ 40% എന്ന് പറഞ്ഞാൽ പിന്നീട് എൻഹാൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 60% ആക്കി മാറ്റി. അപ്പോൾ അതിനാവശ്യമുള്ള ഡയറക്റ്റീവ്സ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു മെഷറാണിത്, ഓക്കെ. ഇതോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി അല്ലെങ്കിൽ ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ക്ലിയർ. സോ അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, മിനിമം ലെവൽ ഓഫ് ലോൺ കമ്പോണൻറ്റ് ഓഫ് 40%, ക്ലിയർ. ഇതിപ്പം 2019 മുതൽ ഇത് 60% മാറിയിട്ടുണ്ട്, ക്ലിയർ. വിത്ത് എഫക്ട് ഫ്രം 1st April 2019 ഇൻ റെസ്പെക്ട് ഓഫ് borrowers having aggregate, clear, fund based working capital limit of
rupees 1,500 million. That means 150 കോടി രൂപ വരെ ഉള്ള, ക്ലിയർ, ആൻഡ് എബോ. അപ്പോൾ 150 കോടിയോ അതിനേക്കാളും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് ഉള്ള ബൊറോവേഴ്സിന്, ക്ലിയർ, അവർക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റോ അഡ്വാൻസോ വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ക്ലിയർ, അതിൽ 40% മുതൽ 60% വരെ എന്ത് വേണം, ലോൺ കമ്പോണൻ്റ് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ അതോടുകൂടി കൂടുതൽ വെറുതെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്ത്, അല്ലേ, അതിനെ പെട്ടെന്ന് തിരിച്ചടച്ച് സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. So that is about the loan system for delivery of bank credit. Next one is moral suasion and credit rationing. Moral suasion അല്ലെങ്കിൽ ക്രെഡിറ്റ് റേഷനിങ് എന്ന് കൂടെ പറയാം. അല്ലേ, എന്താണ് ഈ മോറൽ സുവേഷൻ? പെർസ്വേഷൻ ആണ്, അല്ലേ, മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പെർസ്യൂ ചെയ്ത്, അല്ലേ, മോറലി അവരുടെ ധാർമ്മികമായിട്ടുള്ള പ്രേരണ നൽകി, ക്ലിയർ, നമ്മുടെ ക്രെഡിറ്റിൻ്റെ ഫ്ലോ ആവശ്യമായുള്ള സെക്ടേഴ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ മെഷറാണ് മോറൽ സുവേഷൻ. So it involves persuasion of commercial bank to follow certain lines of policies, impressing upon them to necessity to do so. Clear? ഇങ്ങനെ ഏതെങ്കിലും പ്രയോറിറ്റി സെക്ടറിലേക്ക് ലെൻഡിങ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച്, റിസർവ് ബാങ്കിൻ്റെ പോളിസി അനുസരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൊണ്ട് എന്ത് ചെയ്യുക, അവരെ പെർസ്യൂ ചെയ്യിച്ച് ലോൺ കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ ലോൺ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ധാർമ്മിക പിന്തുണ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു പെർസ്വേഷൻ ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് മോറൽ സുവേഷൻ. സോ ദ സക്സസ് ഓഫ് ദിസ്, ദർ ആർ നോ എലമെൻറ്റ്സ് ഓഫ് കമ്പൽഷൻ. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എന്തില്ല, കമ്പൽഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ എന്താണിത്? ഇറ്റ്സ് ഓൺലി മോറൽ സുവേഷൻ. ക്ലിയർ? പെർസ്വേഷൻ, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കുകൾ അതുപോലെ ചെയ്യും. സോ ദ സക്സസ് ഓഫ് ദിസ് സിസ്റ്റം മെഷേഴ്സ് depends upon the active involvement of the corporation, clear, and the commercial banks of commercial bank. കൊമേഴ്ഷ്യൽ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഒക്കെ ഏത് രീതിയിൽ ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ സക്സസ് വരിക. പക്ഷേ എങ്കിലും മിക്കവാറും ബാങ്കുകളൊക്കെ അത് കോപ്പറേറ്റ് ചെയ്യാറുണ്ട്, സഹകരിക്കാറുണ്ട് റിസർവ് ബാങ്കിൻ്റെ ഡയറക്ഷനോടുകൂടി. ക്ലിയർ? സോ അണ്ടർ ദിസ് സിസ്റ്റം RBI arranges meeting and discussion with representatives of the commercial bank, RRBs, etc. frequently send circulars to them for persuading എ പർട്ടിക്കുലർ ആക്ഷൻ. ക്ലിയർ? അതിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടറിനോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ നിങ്ങൾ എത്ര കൊടുക്കൂ, എങ്ങനെ ചെയ്യും, നമ്മുടെ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവരെ പെർസ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ലെറ്ററിലൂടെയൊക്കെ സർക്കിളിലൂടെയൊക്കെ അവരെ അറിയിച്ച് ചെയ്യുന്നു. ക്ലിയർ? സോ ദ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് റിവ്യൂസ് എ ക്രെഡിറ്റ് ട്രെൻഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ആൻഡ് സജസ്റ്റ് ദി നെസസറി and suitable corrective steps to commercial bank. Commercial bank advice കൂടെ കൊടുക്കുന്നുണ്ട്. Then rationing of the credit is a system under which the central bank seeks to limit the total amount of loans and advances to a specific categories of loans and advances granted by commercial bank. അല്ലേ, റേഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ, എന്തോ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അല്ലേ, എങ്ങനെ വിതരണം ചെയ്യുന്നു, ആവശ്യമുള്ളതിനനുസരിച്ച് വിതരണം ചെയ്യുന്നു. അതാണ് റേഷനിങ് സമ്പ്രദായം. ക്ലിയർ? അതുപോലെ റേഷനിങ്, ക്രെഡിറ്റ് റേഷനിങ് എന്താ, എല്ലാ ക്രെഡിറ്റും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സെക്ടറിലേക്ക് കൊടുക്കുന്നതിന് പകരം അതിനെ ഡിവൈഡ് ചെയ്ത് സെക്ടറുകളാക്കി ഇന്ന സെക്ടേഴ്സിന് എത്രയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ സെക്ടേഴ്സിനും അഡ്വാൻസസ് കിട്ടാനും ഏതെങ്കിലും ഒരു സെക്ടർ മാത്രം വികസിക്കുകയും ബാക്കിയുള്ളത് ഇല്ലാതിരിക്കുക എന്നുള്ള സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് ക്രെഡിറ്റ് റേഷനിങ് അല്ലെങ്കിൽ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. So both weapons are used by RBI in several times. Clear? So after the devaluation of rupee in 1949, banks are advised to restrict their advances in genuine trade requirements and not gain accommodation for speculative activities. ജെനുവൻ ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് മാത്രം ലോൺ കൊടുക്കുക, ബാക്കിയുള്ളതിന് കൊടുക്കരുത്. ക്ലിയർ? ആ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ലൈൻ ഓഫ് ക്രെഡിറ്റ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെപ്പണായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് റേഷനിങ് കൊണ്ട് മീൻസ് എന്താ, അഗ്രികൾച്ചറിന്, അതുപോലെ തന്നെ MSMEകൾക്ക്, സ്മോൾ ഇൻഡസ്ട്രീസിന്, ഇൻഡസ്ട്രി സെക്ടറിന് ഒക്കെ ഇത്ര ശതമാനം വെച്ച് അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, ക്ലിയർ, ലെൻഡ് ചെയ്യാം, ഇത്ര സെക്ടേഴ്സിനൊക്കെ ലെൻഡ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അഡ്വൈസസ് കൊടുക്കാം. ദെൻ ഡയറക്റ്റ് ആക്ഷൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ? സോ RBI is not depending on the weapon very often. Clear? പിന്നെ എന്ത് ചെയ്യാം, ബട്ട് ഇറ്റ് ക്യാൻ അഡോപ്റ്റ്
So it is adopted when all other measures are failed. Clear? ഇപ്പോൾ ഈ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക ഈ വെപ്പൺ? മറ്റുള്ള എല്ലാ മെഷേഴ്സും ഫെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? RBI will the weapon of direct action. Clear? So it implies that refusal of Reserve Bank to extend rediscounting facility to a particular bank which follows unsound banking practices or grade, clear, or grant further accommodation to banks whose capital and reserves are inadequate in relation to the amounts already sanctioned. ഈ രീതിയിൽ മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരും. അപ്പോൾ ബാങ്കുകളിലേക്ക് ഉള്ള പൈസയുടെ ഫ്ലോ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് എടുക്കുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ബാങ്കുകൾക്ക് അവരുടെ എലിജിബിൾ ബില്ലുകളൊന്നും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ലോൺ കൊടുക്കുക, അസിസ്റ്റൻസ് പ്രൊവൈഡ് ഒന്നും ചെയ്യാതിരിക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അതാണ് ഇവിടെ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഡയറക്റ്റ് ആക്ഷൻ അഗൻസ്റ്റ് ഇൻ ദി എക്കണോമിക് സെക്ടർ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ദെൻ കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചസ് ഓപ്പറേഷൻ. ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്കാണ്? റിസർവ് ബാങ്കിനാണ്, അല്ലേ? RBIയുടെ ആക്ട് അനുസരിച്ചിട്ടും RBIയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടും, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടോ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് നേരത്തെ റെഗുലേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ റിസർവ് ബാങ്ക് തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻ performed by RBI is the control of foreign exchanges operation. Clear? So central government is authorized RBI to deal in foreign exchange, gold coin and bullion. So it has responsibility to maintain the effect of rate of exchange. So an exchange control department was functioning within the RBI to make effective administration of the exchange control. Clear? So ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് RBIയിൽ തന്നെ പ്രവർത്തിക്കുന്നു. സോ ദ എൻറ്റയർ ബിസിനസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് ബീങ് കണ്ടക്റ്റഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ buys and sells foreign currencies in order to achieve the objective of the exchange stability. Clear? Foreign exchange stability വരുത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള മാർജിനോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഡീവിയേഷനോ വരാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള സമയത്തൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ക്ലിയർ? എപ്പോഴാണ് കൂടുതൽ വാങ്ങിക്കുക? കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ടാവുന്നു എന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനൊക്കെ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കുറയുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ സെല്ല് ചെയ്യും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ടു റുപ്പി വാല്യൂവിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? വാങ്ങിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് RBI ആണ്. RBIയുടെ അതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ RBIയിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ ഇതെല്ലാം മോണിറ്ററി ഫങ്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഘടകങ്ങളാണ്. ക്ലിയർ? സോ ദീസ് ആർ ഓൾ കോൾഡ് ആസ് മോണിറ്ററി ഫങ്ഷൻ. ക്ലിയർ? ഇനി മോണിറ്ററി ഫങ്ഷൻ അല്ലാതെ വരുന്ന കുറച്ചുണ്ട്, അല്ലേ? നമ്മൾ എന്ത് പറയാം? നോൺ മോണിറ്ററി ഫങ്ഷൻസ് എന്ന് പറയും. ക്ലിയർ? അങ്ങനെ നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലിയർ? സോ സൂപ്പർവൈസറി ഫങ്ഷൻ, അല്ലെ? ബാങ്ക് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്കുകളുടെ എല്ലാം സൂപ്പർവൈസറാണ് RBI. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം, അല്ലെ? മേൽനോട്ടം വഹിക്കണം, ഇടയിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം. ക്ലിയർ? So licensing, establishment, branch expansion, liquidity of their assets, management and methods of working, and amalgamation and working, clear? Reconstruction and liquidation, all matters from supervision RBI ചെയ്യണം. Clear? So RBI is empowered to conduct periodical inspection of bank branches. ഓക്കെ. അതിനനുസരിച്ച് ആ ബാങ്കുകൾക്ക് അഡ്വൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ പെനാൽറ്റി ചുമത്തുകയൊക്കെ ചെയ്യും. RBI has set up new department named Department of Supervision, Banking Supervision എന്നാ പറയാം കേട്ടോ. Department of Banking Supervision, which has taken up for work related to the supervision of commercial bank from Department of Banking Operation and Development. അപ്പോൾ നേരത്തെ Department of Banking Operation and Development കീഴിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സെക്ഷനായിരുന്നു അത്. ഓക്കെ. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപീകരിച്ചു. ക്ലിയർ? രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ക്ലിയർ? നോൺ മോണിറ്ററി ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ് പ്രൊമോഷണൽ ഫംഗ്ഷൻ. പ്രൊമോട്ട് ചെയ്യുക. എന്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു? ഗ്രാൻഡിങ് ഓഫ് റൂറൽ ക്രെഡിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ക്ലിയർ? പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, റിസർച്ച് ഡാറ്റ അത്
എക്കണോമിക് മാറ്റേഴ്സിൽ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷ് ചെയ്യുന്നു. ക്ലിയർ? സോ ഫോളോയിങ് ആർ ദ മേജർ പ്രൊമോഷണൽ സ്റ്റെപ്സ് ടേക്കൺ ബൈ RBI. ക്ലിയർ? നമ്പർ 1, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബിൽ മാർക്കറ്റിംഗ് സ്കീം ഇൻ 1952. ക്ലിയർ? അത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റും. Then it has taken up keen interest in establishing specialized institutions such as Industrial Finance Corporation of India, IFCI, State Financial Corporations, Industrial Development Bank of India, Unit Trust of India, Deposit Insurance and Credit Guarantee Corporation of India, National Bank for Agriculture and Rural Development. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക്. Then to promote, it promoted a regional rural bank. Clear? Then it promoted a national housing bank in 1988. Then it helped establishing export and import bank of India. Clear? Exim Bank എന്നൊക്കെ സഹായിക്കും. It promotes the conduct research in the field of banking. Okay, ഇങ്ങനെയുള്ള ഒട്ടനവധി ഫങ്ഷൻസ്, ക്ലിയർ, നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആയിട്ട് പ്രൊമോഷൻ ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിക്കോട്ടെ, ക്ലിയർ, അങ്ങനെയുള്ള ഫങ്ഷൻസ് കൂടെ ആയിട്ട് പെർഫോം ചെയ്യുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർഫോം ചെയ്യും. ഓക്കെ.